മലയുടെ മുകളിലേക്ക് കയറി വരുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ലേ കൊഴുക്കുമലയിൽ സൂര്യോദയം കാണാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കുണ്ടോ? നമ്മളിപ്പോൾ ഈ സൺറൈസ് കണ്ടില്ലേ? ആക്ച്വലി ഈ സൺറൈസ് കണ്ടത് തമിഴ്നാടാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡ്, അതായത് ആ കാണുന്ന സീനറി ഉണ്ട്, ആ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് അടിപൊളി ഒരു ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിക്കണം കേട്ടോ വീഡിയോ. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ? അതെ, നമുക്ക് ഇവരൊക്കെ ക്യൂലാണ്. നമുക്ക് ഈ ടൈഗർ റോക്കിന്റെ അങ്ങോട്ട് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഇവരൊക്കെ പോയിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതെ അതെ, സോ ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. ഇത് കേട്ടോ വളരെ രസകരമായ ഒരു കാഴ്ച. ഇത് കണ്ടോ, നമ്മുടെ ഒരു പപ്പിക്കുഞ്ഞ് ഇരുന്ന് വിറച്ചോണ്ടിരിക്കും. ഇതിനെ എങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ബൈക്കിലാണോ? ഇതിന് ദേ തണുക്കുന്നുണ്ടോ? ഇത് ഏതാ ബ്രീഡ്? ഏതാ? അമേരിക്കൻ. ഹലോ, കണ്ടോ? അടിപൊളി. എന്റെ ടെന്റ് കേട്ടോ, ഞാനിത് നിങ്ങളെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ ടെൻറ്റിനകത്താണ് കേട്ടോ. കൊടും തണുപ്പായിരുന്നു, നല്ല അടിപൊളി തണുപ്പാണ്. നമുക്ക് സൺറൈസ് കാണാൻ പോകണ്ടേ, വേഗം റെഡി ആവണ്ടേ. എൻ്റെ അമ്മ ചെയ്തുണ്ടോ, സ്ലീപ്പിംഗ് ബാഗിനകത്താണ്. പക്ഷേ ഈ സ്ലീപ്പിംഗ് ബാഗ് പോരാ കേട്ടോ. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും നല്ല തണുപ്പ് ഫേസ് ചെയ്യാനുള്ള എന്തെങ്കിലും, ഞാൻ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, കാലിന് സോക്സ് ഉണ്ട്. പക്ഷെ കിടക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല കൊടും തണുപ്പായിരുന്നു. നല്ല കൊടു തണുപ്പാണ് വെള്ളത്തിനും. ഇതുണ്ടോ കയ്യില്? അയ്യോ, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് ഗൈസ്. അടിപൊളി കിടിലൻ തണുപ്പാണ് കേട്ടോ. എങ്ങനെ പോയി ബ്രഷ് ചെയ്യണം, ബാത്റൂമിലൊക്കെ പോകണം, എന്തെടുക്കും, പെട്ടെന്ന് റെഡി ആവണം. അവർ വന്നിട്ട് 5:30 ആയപ്പോൾ നമ്മളെ കുത്തിപ്പൊക്കും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിനകത്ത് റെഡി ആയിട്ട് നമ്മൾ മുകളിൽ പോവാണ്. ട്രെക്കിംഗ് ആണ്, നടന്നാണ് പോകുന്നത്. അപ്പോൾ ആ വിഷ്വൽസൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയ വിഷ്വൽസ് ആയിരിക്കും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് സൺസെറ്റ് മിസ്സായി, പക്ഷെ അത് കുഴപ്പമില്ല. സൺറൈസ്, കൊളുക്കുമലയിൽ സൺറൈസ് സൺസെറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് സൺറൈസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഞാൻ പോയി റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ എനിക്ക് ആക്ച്വലി വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ഞാൻ പോയി റെഡി ആയിട്ട് വേഗം നമുക്ക് കൊളുക്കുമലയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം ഇതിനകത്ത് ഇറങ്ങട്ടെ കേട്ടോ. എൻ്റെ അമ്മേ, ഹലോ ഗൈസ്, ഈ കയറി വന്ന് നമ്മൾ ഈ സൺറൈസ് കാണത്തില്ലേ, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വാ മോളോട്ടോ. ഈ മലയുടെ മുകളിലേക്ക് കയറി വരുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ലേ,
നമുക്ക് നല്ല ദിവസമാണ് നമ്മളോട് എനിക്ക് ഹെൽപ്പ് ചെയ്യും വീഡിയോ എടുക്കാം കൊളുക്കുമലയില് സൂര്യോദയം കാണാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കുണ്ടോ? ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് 7600 അടി മുകളിലാണ് കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിന് കുറച്ചും കൂടെ മുകളിലേക്ക്, അവിടെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വരെ പോകുന്നുള്ളൂ, ഇനി അങ്ങോട്ട് പോകുന്നില്ല. എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി ഇവിടുത്തെ, ഇന്ന് ക്ലൗഡ്സ് കുറവാണ്, അതുകൊണ്ട് സൺറൈസ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കൂടെ ഞാൻ കാണിക്കാം. പിന്നെ ഇനി ഇറങ്ങി പോകുന്നത് ഇത്രയും കയറിയില്ല, ഇതേപോലെ നമുക്ക് ഇറക്കവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ പുലി റോക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ നമ്മുടെ ക്യാമ്പിൻ്റെ പേര് ജഗ്വാർ ക്യാമ്പിംഗ് എന്നാണ്. അവരെന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട്, അത് അറിയപ്പെടുന്നത് തന്നെ ടൈഗർ റോക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഈ കൊളുക്കുമലയിലെ കുറച്ച് കാഴ്ചകളും കൂടി, നല്ല സീനറീസും കൂടെ കുറച്ചും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഈ സൺറൈസ് കണ്ടില്ലേ, ആക്ച്വലി ഈ സൺറൈസ് കണ്ടത് തമിഴ്നാടാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡ്, അതായത് ആ കാണുന്ന സീനറി ഉണ്ട്, ആ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. അതായത് ഒരു മുനമ്പിലാണ്, നമ്മൾ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മുനമ്പിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ കേരളം, ഇവിടെ തമിഴ്നാട്. അപ്പൊ ഗൈസ്, നമ്മളിത് സൺറൈസ് കഴിഞ്ഞിട്ട് ഇനി പതിയെ മല താഴോട്ട് ഇറങ്ങുവാണ്. നമ്മള് മറ്റേ അവിടെ ടൈഗർ റോക്ക് ഇല്ലേ, ഇനി അങ്ങോട്ട് കണ്ടില്ലേ, ഇത് തിരക്കിട്ടില്ലേ? ഈ മല കയറ്റവും മല ഇറക്കവും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇതാണ് നമ്മുടെ സ്വന്തം കേരളം കേട്ടോ. സൂപ്പർ ഫോട്ടോ എടുത്തത്. ഇതുണ്ട്, ഡ്രോണൊക്കെ വെച്ച് ആൾക്കാർ എടുക്കുന്നുണ്ടോ? ഞാനിവിടെ ഇറക്കാൻ പറഞ്ഞു വണ്ടി ശരി, താങ്ക് യു.
സജിത സാവരിയാസ് ബ്ലോഗ്. സജിത സാവരിയ മാത്രം അടിച്ചാൽ മതി. യൂട്യൂബ് അല്ലേ? അതെ. SAJITH. ഗൈസ് ക്യാമ്പയിനിങ്. സജിത സാവരിയ സ്പേസ് SWARIA. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കണല്ലേ? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോസ് ഒക്കെ കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് അടിപൊളി ഒരു ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിക്കണം കേട്ടോ വീഡിയോ. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ? അതെ, നമുക്ക് ഇവരൊക്കെ ക്യൂലാണ്. നമുക്ക് ഈ ടൈഗർ റോക്കിന്റെ അങ്ങോട്ട് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഇവരൊക്കെ പോയിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതെ. സോ ലെറ്റ്സ് വെയിറ്റ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇതാണ് ടൈഗർ റോക്ക്. കണ്ടില്ലേ? തിരക്കൊന്നും മാറിയിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാട്ടോ. ചേട്ടന്മാരെ ഒന്ന് വേഗം പോയേ. കേട്ടോ. മൂടി അടിപൊളി പക്ഷെ അമ്മൂനെ ഫോട്ടോ കാണിച്ചു കൊടുത്തോ. എനിക്ക് മാത്രം കാര്യം പറഞ്ഞാണ്. അവിടുന്ന് പുലിയുടെ മോന്ത കാണില്ല. കുറച്ചുകൂടി ഇറങ്ങിക്കണം. പ്രത്യേക പെർമിഷൻ ചേട്ടൻ നമ്മളെ ക്യാപ്ചർ ചെയ്തിരിക്കുക. ചേട്ടാ അടിപൊളി. താങ്ക് യു. ചേട്ടന്റെ പേരെന്താ? ഷാമോൻ. എവിടുന്നാ? നോർത്ത് പറവൂർ. വെരി ഗുഡ്. താങ്ക് യു. ഞാനെന്തേ ക്യൂലാണ് കേട്ടോ. അവിടുത്തെ സെൽഫി ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സ്റ്റാച്ചു ഒക്കെ പറഞ്ഞു കൊടുത്തില്ല. മറ്റേ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് കണ്ടില്ലേ കറക്റ്റ് പുലിയുടെ ഫേസ് കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ ജഗോർ ക്യാമ്പ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് ക്യാമ്പിന് ജഗോർ ക്യാമ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഗൈസ് ഇത് കേട്ടോ വളരെ രസകരമായ ഒരു കാഴ്ച. ഇത് കണ്ടോ നമ്മുടെ ഒരു പപ്പിക്കുഞ്ഞ് ഇരുന്ന് വിറച്ചോണ്ടിരിക്കും. ഇതിന് എങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്? ബൈക്കിലാണോ? ഇതിന് ഇതേ തണുക്കുന്നുണ്ടോ? ഇത് ഏതാ ബ്രീഡ് ഏതാ? അമേരിക്കൻ. ഹലോ കണ്ടോ? അടിപൊളി. അയ്യോ, സെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഉറക്കണോ? എത്ര ഏജ് ഉണ്ട് ഇത്? 3 മാസം അതേ ഉള്ളു. എന്നാലും ഇത് വലിയ ചതിയൻ കേട്ടോ. അതേന്ന് വിറച്ചോണ്ടിരിക്കും കേട്ടോ. നല്ല രസമുണ്ടല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആലപ്പുഴന്ന്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിനി ടൈഗർ റോക്കിൻ്റെ അടുത്തുനിന്ന് താഴേക്ക് ഇറങ്ങുവാണ്. അവിടെ സൺറൈസ് ഒക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതേ കംപ്ലീറ്റ് കുത്തിനെയുള്ള ഇറക്കമാണ് കേട്ടോ. യെസ്. കണ്ടില്ലേ എവിടുത്തെ വ്യൂ? ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വെയിലാവും കേട്ടോ. അപ്പോൾ നമുക്കിനി താഴെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്.
ഞാൻ നിങ്ങളെ ടെൻ്റൊന്നും കാണിച്ചു തന്നില്ല. ആക്ച്വലി ഇന്നലെ നൈറ്റിൽ എൻ്റെ സൗണ്ടൊക്കെ കോൾഡ് പോലെയൊക്കെ ഈ തൊണ്ടയ്ക്കൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ആക്ച്വലി നിങ്ങളെ നൈറ്റ് വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല. എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര ലൈറ്റൊക്കെ കുറവായിരുന്നു. പിന്നെ ടെൻ്റൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊരു എന്താ പറയുക, കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ 7600 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ആനമുടി കഴിഞ്ഞിട്ട് ഏറ്റവും പീക്കിലുള്ള കൊടുമുടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത്രയും താഴെ നിന്നാണ് നമ്മൾ ജീപ്പിൽ ട്രെക്കിംഗ്. അതൊരു ഭയങ്കര എന്താ പറയുക, മാരകമായ വഴിയാണ്. രാത്രിയിലാണ് വന്നത്, ഒത്തിരി പേടിച്ചാണ് വന്നത്, കാരണം ഭയങ്കര പാടുള്ള വഴിയാണ് കേട്ടോ. മൊത്തം ഈ ഹാരിസൺ മലയാളം അവരുടെ ടീ പ്ലാന്റേഷനകത്തൂടെ ആയിരുന്നു വരുന്നത്. അപ്പം ആ ഒരു റോക്സിനകത്തൂടെ വണ്ടി ഓടിച്ച് എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ നിങ്ങളെ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഗൈസ്, നമ്മൾ കൊച്ചു വെളുപ്പാൻ കാലത്ത് മല കയറി പോയത് ഇത് വഴിയാണ് കേട്ടോ. നമ്മുടെ ക്യാമ്പില്ലേ ടെൻറ്റിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഇത് വഴിയാണ് രാത്രിയിൽ കയറി പോയത്. രാത്രിയല്ല, വെളുപ്പിന് 5:30 കയറി പോയത് ഇത് വഴിയാണ് കേട്ടോ. ഇതാണ് ശരിക്കും റിയൽ അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ രസമാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമ്പിലുള്ളവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരെ അവിടെ കണ്ടില്ലേ, അവർ ശരിക്കും വേറെ ഏതൊക്കെയോ ഹോം സ്റ്റേയിലോ റിസോർട്ട്സിലൊക്കെ താമസിച്ചിട്ട് അവർ വേറെ വഴിയിൽ ജീപ്പ് ട്രെക്കിംഗ് വഴി വരുന്നവരാണ്. ഇത് നമ്മുടെ ക്യാമ്പിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കേട്ടോ. സജിത സാവരിയാസ് വ്ലോഗ് ചാനൽ ചോദിക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ചെയ്യണം. സജിത സാവരിയാസ് വ്ലോഗ് SAJITH സ്പേസ് SAAWARIYA അത്ര അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടും. എല്ലാവരും ചെയ്യണേ. ഗൈസ്, നമ്മളൊരു കാടിനകത്തൂടെ നടന്നു പോകുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാണാനുണ്ടെന്നറിയാം. ഇപ്പോൾ ഇത് കണ്ടോ, എന്തൊക്കെ ഈ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. നിൽക്കുന്ന ആ പൂവൊക്കെ കണ്ടോ, ഈ മരത്തിൽ ഈ പൂവൊക്കെ കണ്ടോ, എന്ത് രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന പൂവിനെക്കാട്ടിലും എന്ത് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവാണല്ലേ. ഗൈസ്, നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഒന്നും ഇങ്ങനെ വെളിയിലോട്ട് വരുന്നില്ല, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടോ. പോകുന്ന വഴി കണ്ടോ, നല്ല രസമല്ല കേട്ടോ. മരങ്ങളൊക്കെ എന്താ മറിഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതുണ്ടോ, ഈ മരമൊക്കെ എങ്ങനെ നിൽക്കുന്നത്, അത് താഴോട്ട് വളർന്നു പോയതാണോ മറിഞ്ഞു പോയതാണോ ഒന്നും ഒരു പിടിയില്ല. ഗൈസ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 5:30 ആയി, ആ ടൈമിലാണ് വന്നത്. അപ്പം വെട്ടവും വെളിച്ചമൊന്നും ഇല്ല, ജസ്റ്റ് മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് വന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ വഴി പാസ് ചെയ്ത് പോയ വഴിയൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര റിസ്ക്കി ആയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെക്കിങ്ങിന് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജഗ്ഗോർ ക്യാമ്പിങ്ങിന് വരുവാണെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ.
അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനോട് താല്പര്യമുള്ളവർക്ക്, ട്രെക്കിംഗ് മോഡ് ട്രാവലിനോട് താല്പര്യമുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കടന്നു വന്ന വഴികളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ എൻ്റെ ക്യാമ്പ് എത്താറായി. അപ്പോൾ ഈ ഒരു വേ ഉള്ളത് നമുക്ക് ഈ ഒരു ജഗോർ ക്യാമ്പിംഗ് എടുക്കുന്നവർക്കാണ് കേട്ടോ. ഗൈസ്, ദേ ഇവിടെയാണ് നമ്മുടെ ജഗോർ ക്യാമ്പ് ടെൻ്റൊക്കെ ദേ ഇവിടെയാണ് കേട്ടോ. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇവിടെ നിന്നുള്ളൊരു മനോഹരമായ വിഷ്വലുണ്ടോ. ഇതൊക്കെ ആക്ച്വലി രാത്രിയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. ഇപ്പോൾ ഈ പകൽ സമയത്താണ് ഞാൻ കാണുന്നത് കേട്ടോ. നിന്റെ സിസ്റ്റം പ്രകാരം ഞാൻ പുറത്തിറങ്ങിയതാണ്. ഇവരുടെ സിസ്റ്റം പ്രകാരം ക്യാമറ നമ്മുടെ ഇവിടെ നിന്നിട്ടുള്ള വിഷ്വലുണ്ടോ. ആ കാണുന്നതൊക്കെയാണ് നമ്മുടെ ടെൻറ്റ്. ഈ ഫസ്റ്റ് റോ അല്ല, ഇവിടുത്തെ സെക്കൻഡ് റോയിൽ കാണുന്ന ആ മൂന്നാമത്തതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടെൻറ്റിലേക്ക് പോകണം. നിങ്ങളെ ടെൻറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങോട്ട് കുറച്ച് ടെൻ്റ് ഉണ്ട്, അവിടെ മുകളിൽ ടെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ മൊത്തം 50 പേരിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു ടെൻറ്റിൽ. പക്ഷെ ടെൻറ്റിനകത്ത് തണുപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കൊടും തണുപ്പായിരുന്നു ടെൻറ്റിനകത്ത്. ഇവിടെയും താഴെ ടെൻറ്റ് ഉണ്ട് കേട്ടോ. ഇനി അവിടെ ആ ഏറ്റവും താഴെയാണ് നമുക്ക് ബാത്റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി എൻ്റെ ടെൻറ്റിലേക്ക് പോകാം. എൻ്റെ ടെൻറ്റ് കേട്ടോ. ഞാനിത് നിങ്ങളെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടാരം കേട്ടോ. നമ്മുടെ ഇവിടെ ഇരുന്നിട്ടുള്ള മനോഹരമായ കാഴ്ച ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. സുഖമായിട്ട് കിടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാനത്. പക്ഷേ തണുപ്പ് നമ്മൾ എക്സ്ട്രാ എനിക്ക് തോന്നുന്നത് നല്ലൊരു എന്തെങ്കിലും പുതയ്ക്കാനൊക്കെ ഉള്ളത് എക്സ്ട്രാ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഈ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേനും ഭയങ്കര തണുപ്പായി പോകും. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ കൊളുക്കുമലയിലെ സൺറൈസ്? നമ്മുടെ ജാഗോറല്ല, നമ്മുടെ എന്താ പറയുക, ടൈഗർ റോക്ക്, നമ്മുടെ ജാഗോർ ക്യാമ്പിംഗ് ഇഷ്ടമായോ? അടിപൊളിയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ആ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ബാക്കി കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റാ.